കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു. മികവ് 2025 എന്ന പേരിലായിരുന്നു പരിപാടികൾ. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും പങ്കെടുത്തു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 10 പഞ്ചായത്തുകളിലെ വിദ്യാലയങ്ങളിൽ നിന്ന് SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കും 100% വിജയം കൈവരിച്ച സ്കൂളുകൾക്കുമുള്ള പുരസ്കാരങ്ങളുമാണ് വിതരണം ചെയ്തത്. മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ 450 വിദ്യാർത്ഥികളും 100% വിജയം കൈവരിച്ച 27 സ്കൂളുകളിലെ അധ്യാപകരും പുരസ്കാരം ഏറ്റുവാങ്ങി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് അബ്ദുൾ റഹീം പുരസ്കാര വിതരണ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഈ കോടതിയുടെ സ്ഥാപനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ഇങ്ങനൊരു പരിപാടിക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ ഞാൻ സമ്മതിക്കുകയായി. മാത്രമല്ല, ഈ പരിപാടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സാമാന്യ കാഴ്ചപ്പാടിൽ വലിയ പ്രസക്തിയൊന്നും തോന്നാത്ത ഇവിടെ നിരത്തി വച്ചിരിക്കുന്ന ഫലകങ്ങൾ എന്ന് പറയുന്നത്, അതിൻ്റെ ആ ഓരോ ഫലകത്തിൻ്റെയും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വില എന്ന് പറയുന്നത് തുലവും തുച്ഛമായ ഒരു പൈസയെ. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള വിദ്യാർത്ഥിനികൾ ഈ ഫലകം ഇന്ന് ഇവിടെ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ അത് അംഗീകാരത്തിൻ്റെതായ വലിയൊരു മുദ്രയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള അക്ഷീണമായ പ്രയത്നത്തിൻ്റെ, പഠനത്തിൻ്റെ വലിയൊരു അംഗീകാരവും വലിയൊരു പ്രോത്സാഹനവുമായി ആണ് ഇന്നിവിടെ ഏറ്റുവാങ്ങുന്ന ഈ അവാർഡ് എന്ന് പറയുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഡയാന നോബി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PK ചന്ദ്രശേഖരൻ നായർ, ജെസി സാജു, ഗോപി മുട്ടത്ത്, കാന്തി വെള്ളക്കയ്യൻ, ജിജി ഷിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര, സാലി ഐപ്പ്, ജെയിംസ് കോറമ്പേൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ, ആനിസ് ഫ്രാൻസിസ്, TK കുഞ്ഞുമോൻ, ലിസി ജോസഫ്, PM കണ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, പഞ്ചായത്ത് അംഗങ്ങളായ നാസർ വട്ടേക്കാട്ട്, മാമച്ചൻ ജോസഫ്, C ശ്രീകല, ഏഞ്ചൽ മേരി ജോബി, ഷജി ബസി, KM സെയ്ദ്, പ്രിയ സന്തോഷ്, BDO അമിത CEO, ജോയിന്റ് BDOമാരായ MS മനോജ്, MS സിദ്ദിഖ്, എക്സ്റ്റൻഷൻ ഓഫീസർമാരായ KR രാജേഷ്, ആൽബി ജോർജ്, അസിസ്റ്റന്റ്മാരായ ജോയി പോൾ, ജുനൈ CM എന്നിവർ പങ്കെടുത്തു. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒട്ടേറെ സവിശേഷതകളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളുള്ള ബ്ലോക്ക് പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ 15ഓളം ആദിവാസി ഊരുകൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത്, അത് ക്ഷീരമേഖലയിലും കാർഷിക മേഖലയിലും ഏറ്റവും കൂടുതൽ കുടുംബങ്ങളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചാൽ ഒട്ടേറെ സമയം പോകും. ഇവിടെ വളരെ വൈകിയാണ് യോഗം തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ തന്നെ MLAയുടെ മറ്റൊരു അവാർഡ് കൂടി ചടങ്ങുണ്ട്. അവിടെയും താമസിച്ചു, മഴയായതുകൊണ്ട് അവിടുന്ന് കുട്ടികൾ എത്തിച്ചേരുന്നേ ഉള്ളൂ. ഇപ്പോൾ അബ്ദുൾ റഹീം സാറ് നേരത്തെ തന്നെ സമയത്ത് തന്നെ എത്തിച്ചേർന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ യോഗം തുടങ്ങിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് Media 60 കോതമംഗലം.